പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നോമ്പ് രണ്ടാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വലിയൊരു അഭിഷേകത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 51:1. അവിടെ വചനം പറയാണ്, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമൊന്നും ഈ നോമ്പിനും പല ഉപവാസത്തിലൊന്നും നമുക്കറിയാം, അതിനൊന്നും പരിഹാരമില്ല. കാരണം അതുപോലെ അവിശ്വസ്തതയാണ്. എന്നാലും നമ്മുടേതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു പരിത്യാഗ പ്രവൃത്തികൾ എനിക്കറിയാട്ടോ. ഒരു 1-2 പേരൊക്കെ സൂചിപ്പിച്ചായിരുന്നു വെച്ചാൽ വൈകിട്ട് മാത്രമാണ് ഇച്ചിരി കഞ്ഞി കുടിക്കുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ദ്രാവകം മാത്രമാണ്, അതായത് വെള്ളം, ജ്യൂസ് അതൊക്കെ കഴിക്കുക. അല്ലാതെ ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറ്റിവെച്ച് അങ്ങനെ വളരെ കഠിനമായ രീതിയിൽ ഉപവസിക്കുന്നവരുണ്ട്. പിന്നെ ചിലർ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ഇന്നലെയൊക്കെ ഇച്ചിരി മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് പാടില്ല. ഞാൻ അവരോട് വളരെ സ്നേഹത്തോടെ അവരെ ശാസിച്ചിട്ടുണ്ട്, ചെയ്യരുത്. കാരണം ഞായറാഴ്ച കുറച്ച് ബാക്കിയില്ലായിരുന്നു, അത് തിങ്കളാഴ്ച കഴിച്ചു എന്ന് പറയുന്നത് എത്രമാത്രം ശരിക്കും ഈശോയെ വേദനിപ്പിക്കുന്നതാണ്. അപ്പം ഇനി ആരുടെയെങ്കിലും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അമ്മമാരുടെ ദൗത്യമാണ്, എടുത്ത് ദൂരെ കളഞ്ഞേക്കുക. ഒന്നുമല്ല, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രൈസ്തവരല്ലാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അത് കുഴിച്ചു മൂടുക. നമ്മളൊരിക്കലും നമ്മൾ ഈ സംഭവം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. വീട്ടിൽ ആർക്കും അത്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ലാഘവബുദ്ധിയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ കർത്താവിനെതിരെ പാപം ചെയ്യരുതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു വചനം, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണ് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും മനസ്സൊക്കെ മടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ വചനങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായ എന്തെന്നില്ലാത്തൊരു കൃപ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് പോലെ. ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ ശരിക്കും ഓരോ വചനം പറയുമ്പോൾ, അപ്പോൾ അച്ഛൻ ഈ വചനം പറയുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുക, ഈ വചനം ആ ദിവസത്തെ വചനമാണെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വചനം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ആ വചനം റിപ്പീറ്റ് ചെയ്യുമ്പോൾ വചനത്തിന് അത്ഭുതകരമായ ഒരു ദൈവശക്തി. കാരണം വചനം ദൈവമാണല്ലോ അല്ലേ? വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അതിന് കർത്താവിൻ്റെ മാലാഖയിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വചനം എന്ന് പറയുന്നത് യേശുവാണ്. വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ശരിക്കും വിശ്വാസത്തോടെ പറയണം, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ദൈവമേ ഈ വചനം ഓരോ തവണ ഈ വചനം പറയുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ദയയും കർത്താവിൻ്റെ കരുണയും ധാരാളം അനുഭവിക്കാൻ തക്ക വിധത്തിൽ ഒരു ദൈവകൃപ ഞങ്ങൾ വർഷിക്കണമേ. പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അഭിഷേകം നൽകണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.